ഹായ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ചെറിയ ജീരകം കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കൻ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ മഞ്ഞൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ തൈരാണ് പാർന്ന് കൊടുക്കുന്നത്. ഇനി ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ, ഒരു സൈഡ്. അപ്പോൾ ഇനി ഞാൻ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കോരി മാറ്റാം. ഇനി ലേസം കൂടിയും പൊരിക്കാനുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ ഫ്രൈ ഇതാക്കണു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.